ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ബിജു ജോസഫിനെ കാണാതായത്. ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട ഭാര്യ പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് മറ്റൊരു ബോഡി എടുക്കാൻ വേണ്ടി സ്രാവ് വീണ്ടും പൊട്ടിച്ചുകൊണ്ടിരിക്കുക. പ്രതി പോലീസിന്റെ കസ്റ്റഡി ഉണ്ടെന്ന് അറിയാലോ. ബിജുവിൻ്റെ തന്നെ ബോഡിയാണ് ആണ് സ്ഥിരീകരിക്കും. ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ഈ ഡിവിഷനിൽ. ഇന്നാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 പേർ കസ്റ്റഡിയിലുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ ബിസിനസ് പങ്കാളിയായ ജോമോനും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഈ മൂവർ സംഘം നൽകിയ വിവരത്തിൽ നിന്നാണ് ഇതൊരു ക്വട്ടേഷൻ കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കുന്നത്. മൃതദേഹം കണ്ടെത്തി അത് ബിജുവിൻ്റേതാണോ എന്ന കാര്യത്തിൽ തിരിയിരിക്കാൻ എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇല്ല 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 ആ അല്ല, ഇതുവരെ നമ്മൾ നിലവിൽ ജോമോൻ ഇന്നുവരെ അങ്ങനെ ഒരു കുഴപ്പങ്ങളുള്ള ആളായിട്ട് നമുക്ക് കണ്ടിട്ടില്ല. വർഷങ്ങളായിട്ട് ഇവിടെ കേറ്ററിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു. വേറെ പ്രശ്നങ്ങൾ ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. ഇല്ല, അങ്ങനെയൊന്നും അറിയില്ല. വെട്ടിവിട്ടത്തെ താമസം ജോമോൻ്റെ വീട്. ഇല്ല ഇല്ല ഇപ്പോൾ ബോഡി എടുത്തുകൊണ്ട് ഇപ്പോൾ പോകരുത്, വാർഡ് മെമ്പർ പോകരുത്, ഇവിടെ നിൽക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. മൃതദേഹം ബിജുവിൻ്റേത് തന്നെയാണെന്നാണ് സ്ഥിരീകരിച്ചത്. ഒപ്പം തന്നെ ഈ ജോമോൻ എന്ന് പറയുന്ന ബിജുവിൻ്റെ ബിസിനസ് പങ്കാളി, അയാളെക്കുറിച്ച് മുൻപ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. കേറ്ററിംഗ് സർവീസ് നടത്തി ജീവിക്കുകയായിരുന്നു എന്ന ഒരു മറുപടിയാണ് നമ്മൾ ഇപ്പോൾ ലഭിച്ചത്. വാർഡ് മെമ്പർ പോകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ നടപടികൾ അവസാനിക്കുന്നത് വരെ എന്ന് പറയുന്നു. നമുക്ക് രാഹുൽ വിജയനിലേക്ക് പോകാം. രാഹുൽ, ഇപ്പോൾ 2 പേരുടെ പ്രതികരണം നമ്മൾ കണ്ടു. അപ്പോൾ അവരിൽ ഒരാൾ ഇത് ബിജുവിൻ്റെ മൃതദേഹം പറയണേ അറിയാൻ പറ്റുള്ളൂ. പറയാൻ ആ ബോഡി ബിജുവിൻ്റെ എന്തോ അല്ല, പോലീസ് ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോഡി എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് കോട്ടയത്തോ ഇടുക്കിയിലോ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണ്. കൂടുതൽ അന്വേഷണം പോലീസ് വരുന്നേ ഉള്ളൂ. അതെനിക്കറിയത്തില്ല. ഇവർ തമ്മിൽ എന്തോ ഷെയർ ബിസിനസ് ആകുന്നു. ആ ഷെയർ ബിസിനസ്സിൽ എന്തോ സാമ്പത്തിക ഇടപാടുണ്ടായ പ്രശ്നത്തിലാണ് ഈ കൊലപാതകത്തിൽ എത്തിക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. ബിജു 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 ജോമോൻ ദേവമാത കാറ്ററിംഗിൻ്റെ ഓണറാണ്. ഇവർ തമ്മിൽ എന്തോ ഒരു കച്ചവടത്തിൽ എന്തോ സാമ്പത്തിക വിഷയം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ബിജുവും ജോമോനും ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ നടത്തിയിരുന്ന ദേവമാതാ കാറ്ററിംഗ്, അതിൻ്റെ ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിലെ ഷെയറുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളുടെ ഭാഗമായാണ് അത്, അല്ലെങ്കിൽ അതിൻ്റെ പര്യവസാനം ബിജു ജോസഫിൻ്റെ കൊലപാതകത്തിൽ അവസാനിച്ചു എന്ന ഒരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ഈ പറയുന്ന എല്ലാവരും പ്രേക്ഷകരോടും നമ്മളോടും ഒക്കെ അറിയിക്കുന്നത്. രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ, ഈ ഇപ്പോൾ നമ്മളോട് വിവരങ്ങൾ പങ്കുവെച്ച വ്യക്തി അതാരാണെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദേവമാതാ കാറ്ററിംഗുമായി ബന്ധപ്പെട്ട് ജോമോൻ വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരാൾ പറയുന്നു അത് വാർഡ് മെമ്പർ ആണെന്ന് തോന്നുന്നു. അത് അദ്ദേഹത്തെക്കുറിച്ച് മറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു നെഗറ്റീവായി കേട്ടിട്ടില്ല. കേറ്ററിംഗ് സർവീസ് നടത്തി ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ കാര്യമായ മോട്ടീവ് ഒന്നും അറിയില്ല. എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ 2 പേരും നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ മൃതദേഹം ബിജുവിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചു. ഇനി ഇപ്പോൾ അത് മാൻഹോളിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ, അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കിയിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. നമുക്കറിയാൻ കഴിയുന്ന ആധികാരികമായ വിവരം, ഒടുവിലത്തെ വിവരം അതല്ലേ?
തീർച്ചയായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇവരൊന്നും വലിയ പ്രശ്നക്കാരല്ലായിരുന്നു. ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കേണ്ട പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് അവർക്കൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെയല്ല, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ ഇവർക്കിടയിൽ നിലനിന്നിരുന്നു. അത് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഈ ദേവമാത കേറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു സംരംഭമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന്റെ പാർട്ട്ണർ ആയിരുന്നു ഈ മരിച്ച ബിജുവും അതുപോലെ തന്നെ ജോമോനും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ ഉണ്ടായിരുന്നത് ഈ ബിജു ജോസഫിനായിരുന്നു. സാമ്പത്തിക ഇടപാടുകളും അതുപോലെ തന്നെ ഈ ജോമോന് പൈസ കൊടുക്കാനുമായി ഉണ്ടായിരുന്നത്. അത് പലതവണ ജോമോൻ ആവശ്യപ്പെട്ടിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള വിവരമാണ് ജോമോൻ പോലീസിനോട് പറഞ്ഞതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പണം പലതവണ ചോദിച്ചിട്ട് കിട്ടാതെ വന്നതോടുകൂടി കൊട്ടേഷൻ സംഘത്തിനെ ഈ ജോമോൻ സമീപിക്കുകയായിരുന്നു. കൊട്ടേഷൻ സംഘത്തെ വെച്ച് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കൈക്ക് വാങ്ങുക, നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഈ ജോമോന്റെ ലക്ഷ്യം. എന്നാൽ ചില പ്ലാനിങ്ങുകൾ തെറ്റി എന്നുള്ളത് പോലീസിനോട് പറഞ്ഞതനുസരിച്ചാണ്. ഇനി കൊലപാതകത്തിനോട് കരുതിക്കൂട്ടി പോയതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അത് വിശദമായിട്ടുള്ള പോലീസ് അന്വേഷണത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ ജോമോൻ പറഞ്ഞതനുസരിച്ച് ഇത് കൊലപാതകം വേണ്ടി കരുതിക്കൂട്ടി പോയത്, മറിച്ച് തട്ടിക്കൊണ്ടുപോയി സംസാരിക്കുന്നതിനിടയിൽ നടന്ന അടിയിലും പിടിയിലും ഈ കൊലപാതകം മരണം സംഭവിച്ചു. അത് മറക്കാൻ മാൻഹോളിലേക്ക് ഈ മൃതദേഹം അറിവ് ചെയ്ത് നടക്കമുള്ള കാര്യങ്ങളാണ് ഈ പോലീസിനോട് ഈ ജോൺ ഉൾപ്പെടെയുള്ള സംഘം പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അതൊരു കൊലപാതകത്തിലേക്ക് വരെ കലാശിച്ചു എന്ന് പറയുമ്പോൾ, അതും തട്ടിക്കൊണ്ടുപോയൊരു കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ ആ നാടിനെ നടുക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇവർ രണ്ടുപേരാണെങ്കിലും, അല്ലെങ്കിൽ ഈ ബിജു ജോസഫിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അത് നാട്ടിൽ അദ്ദേഹം വലിയ കുഴപ്പക്കാരനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളായിരുന്നില്ല എന്നടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്ത് ഇല്ലായ്മ ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടോ എന്ന് നാട്ടുകാരിൽ പലരും നമ്മളോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ചോദ്യങ്ങൾക്കിടയിലും ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് എന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നു. ജോമോനെ പറ്റി കൂടുതൽ ആളുകൾക്ക്, നമ്മൾ ചോദിച്ച ആളുകൾക്കൊന്നും കൂടുതലായിട്ട് അറിയില്ല. പക്ഷെ ബിജുവിനെ കൂടുതൽ ആളുകൾക്ക് അറിയാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ കേറ്ററിംഗ് സർവീസ് കലയന്താനം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് ഈ ബിജുവും ജോമോനും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ജോമോനും അതുപോലെ തന്നെ ഈ കൊട്ടേഷൻ ടീമിലുള്ള രണ്ടുപേരും ഉൾപ്പെടെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരാൾ കൂടി ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അയാളെ ശ്രമം പോലീസ് ഇപ്പോൾ എന്തായാലും ഈ മാൻഹോളിൽ നിന്ന് ഈ മൃതദേഹം പുറത്തെടുക്കുക, അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട്. സംവിധാനങ്ങളും അവിടെ എത്തിച്ചിട്ടുണ്ട്. അടിയന്തരമായി രാഹുലെ, നമ്മളോടൊപ്പം ഇപ്പോൾ രാഹുൽ പറഞ്ഞ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാത്യു കെ ജോൺ ചേരുകയാണ്. ശ്രീ മാത്യു കെ ജോൺ, ഇപ്പോൾ അവിടെ നടക്കുന്നത് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. അത് ആ മാൻഹോളിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ദുഷ്കരമാണ്? ഏത് തരത്തിലാണ് അതിപ്പോൾ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത്? പഴക്കമുള്ള കാരണം ഈ ബോഡി ഭയങ്കരമായിട്ട് ചീർത്തു. അപ്പൊ ആ ഗ്യാപ്പ് വീണ്ടും ഇപ്പൊ ഫയർഫോഴ്സിന്റെ പോലീസിന്റെ സഹായത്തോടെ വീണ്ടും അറക്കുവാണ്. ഹലോ, മനസ്സിലായി, പറയാം, അങ്ങേക്ക് തുടരാം. ബോഡി ഇപ്പൊ ഏകദേശം ബോഡി ഇപ്പൊ എടുക്കാൻ ഏകദേശം എല്ലാ സാധനങ്ങളും മാറ്റി ഇപ്പൊ എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അല്പസമയം മുമ്പ് അങ്ങ് നമ്മളോട് സ്ഥിരീകരിക്കുന്നത് കേട്ടിരുന്നു, ഈ ബിജുവിന്റെ മൃതദേഹം തന്നെയാണ് ഇതെന്ന്. ഏത് തരത്തിലാണ് അത്തരത്തിലൊരു സ്ഥിരീകരണം? തന്നെയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പോലീസ് അന്വേഷണ സംഘം പറഞ്ഞതാണല്ലേ? അതെ. അപ്പൊ ഇവര് കുറെ വർഷങ്ങളായിട്ട് അവിടെ ഈ ദേവമാത കേറ്ററിംഗ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു സംരംഭം തുടങ്ങി. ഇവര് തമ്മിൽ എന്തോ ഒരു ഷെയർ കച്ചവടം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ബിജു എങ്ങാണ്ടോ ഈ ജോമോന് പൈസ കൊടുക്കാണ്ടെന്നാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസൊക്കെ പറയുന്നത്. ഈ കൃത്യമായിട്ട് വിവരം എനിക്ക് അറിയത്തില്ല. പോലീസ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെ, ഈ കുടുംബം പരാതി നൽകിയപ്പോൾ ഇക്കാര്യം എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നു എന്ന് പോലീസ് പറഞ്ഞു? അറിയില്ല. ഇനി ഇൻക്വസ്റ്റ് നടപടികൾ നടക്കണം. അതിനുശേഷം പോസ്റ്റ്മോർട്ടം എവിടെയായിരിക്കും? ഇടുക്കിയോ കോട്ടയം? മെഡിക്കൽ കോളേജിലാണെന്ന് കേൾക്കുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണെന്ന് കേൾക്കുന്നു. ഓക്കെ, ഇപ്പൊ ഈ ജോമോൻ കസ്റ്റഡിയിലുണ്ടല്ലോ അല്ലേ? കസ്റ്റഡിയിലുണ്ട്. ഇവിടെ തന്നെ ഈ ബോഡി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. അയാളോട് ഇപ്പോൾ പോലീസ് എന്തെങ്കിലും ചോദിച്ചറിയുന്നുണ്ടോ? പോലീസ് എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ അകത്തേക്ക് കയറ്റുന്നില്ല. അപ്പൊ പോലീസുകാർ പറയുന്നത് പ്രാഥമികമായി ഈ 3 പേരും ജോമോനും ഇത്തരത്തിലൊരു കൊലപാതകം നടന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ടോ? കൊലപാതകത്തിൽ പങ്കെടുത്ത ഒരാൾ ഇപ്പോൾ ഓൾറെഡി ജയിലിൽ കിടപ്പുണ്ടെന്ന് അറിയാം. അപ്പോ അവരിത് സമ്മതിച്ചിട്ടുണ്ട്, കൊലപാതകം നടന്നുവെന്ന്? സമ്മതിച്ചിട്ടുണ്ട്. ജോമോൻ ഓൾറെഡി സമ്മതിച്ചു. ഓ, ശരി. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടുന്നതാണ്. താങ്ക് യു.